രാജസ്ഥാനിലെ മനോഹരമായ പിങ്ക് സിറ്റിയായ ജയ്പൂരിന്റെ മധ്യഭാഗത്ത് അഭിമാനത്തോട് നിലകൊള്ളുന്ന സിറ്റി പാലസ് ഇന്ത്യയുടെ രാജകീയ പൈതൃകത്തിന്റെ ഒരു അതുല്യ പ്രതീകമാണ്. ഇന്നത്തെ വ്ലോഗിൽ നാം ഈ അത്ഭുതകരമായ കൊട്ടാരത്തിന്റെ ഓരോ കോണുകളും അന്വേഷിക്കാൻ പോവുകയാണ്. 18-ാം നൂറ്റാണ്ടിൽ മഹാരാജാവ് സവായ് ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ച ഈ കൊട്ടാരം രാജസ്ഥാനി മുഗൾ ശൈലികളുടെ സമന്വയമാണ്. ജയ്പൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്ലേസ് ഇന്നും രാജകുടുംബത്തിന്റെ വസതിയായി ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന്റെ മഹത്വം ഇന്നും നിലനിൽക്കുന്നു. വാതിലുകൾക്കും കവാടങ്ങൾക്കും പിന്നിലെ കഥകൾ സിറ്റി പ്ലേസിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിന്റെ വമ്പൻ കവാടങ്ങളും കലാപാരമ്പര്യവും നമ്മെ വിസ്മയിപ്പിക്കും. വീരേന്ദ്ര പോൾ, ഉദയ് പോൾ പോലുള്ള പ്രവേശന കവാടങ്ങൾ ഓരോന്നും രാജകീയ ഗൗരവത്തിന്റെ കഥ പറയുന്നു. മുബാറക് മഹൽ ഇത് ഒരു സ്വീകരണ മന്ദിരമായി നിർമ്മിച്ചിരുന്നതാണ്. ഇന്ന് ഇതൊരു മ്യൂസിയമായി മാറി. രാജസ്ഥാനിലെ ഓരോ വസ്തുവും ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് പറയുന്നത്. ചന്ദ്രമഹൽ സിറ്റി പാലസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. 7 നിലകളുള്ള ഈ കൊട്ടാരം ഇന്നും രാജകുടുംബത്തിന്റെ വസതിയാണ്. ചില ഭാഗങ്ങൾ മാത്രമേ സന്ദർശകർക്ക് തുറന്നിട്ടുള്ളൂ. ഓരോ നിലയ്ക്കും പ്രത്യേകമായ പേരും ചരിത്രവുമുണ്ട്. പീതം നിവാസ് ചൗക്ക് ഇവിടെയുള്ള 4 വാതിലുകൾ പീകോക്ക് ഗേറ്റ്, ലോട്ടസ് ഗേറ്റ്, ഗ്രീൻ ഗേറ്റ്, റോസ് ഗേറ്റ് ഓരോന്നും കാലാവസ്ഥകളെ പ്രതിനിധീകരിക്കുന്നു. ഇവയുടെ മനോഹരമായ കലാസൃഷ്ടികൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിടങ്ങളാണ്. ദിവാൻ ഇയാം ആൻഡ് ദിവാനി ഖാസ് രാജാവിന്റെ പൊതുയോഗങ്ങളും സ്വകാര്യ കൂടിക്കാഴ്ചകളും നടന്നിരുന്ന ഈ ഹാളുകൾ ഇന്നും അതിന്റെ മഹത്വം നിലനിർത്തുന്നു. ദിവാനി ഖാസിൽ സൂക്ഷിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളി കലശങ്ങൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയവയാണ്. സിറ്റി പാലസിന്റെ അകത്തളങ്ങളിൽ മനോഹരമായ തോട്ടങ്ങളും അങ്കണങ്ങളും കാണാം. രാജകീയ ജീവിതത്തിന്റെ ശാന്തതയും ഭംഗിയും ഇവിടെ വ്യക്തമായി അനുഭവിക്കാം. ഫോട്ടോഗ്രാഫിക്ക് മികച്ച സ്ഥലങ്ങൾ പീകോക്ക് ഗേറ്റ്, മുബാറക് മഹൽ, കോർട്ട്യാർഡ് ഏരിയാസ് എല്ലാം തന്നെ ഫോട്ടോകൾക്കായി സ്വർഗം പോലെയാണ്. സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവാണ് മികച്ചത്. രാവിലെ സമയം തിരക്ക് കുറവായിരിക്കും. പ്രവേശനത്തിന് വ്യത്യസ്ത ടിക്കറ്റ് നിരക്കുകളുണ്ട്. ഇന്ത്യൻ ആൻഡ് ഫോറിൻ ടൂറിസ്റ്റ്സ് സ്പെഷ്യൽ ആക്സസ് ടിക്കറ്റ് എടുത്താൽ ചന്ദ്രമഹലിന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ കാണാൻ സാധിക്കും. സിറ്റി പാലസ് ജയ്പൂർ ഒരു കൊട്ടാരം മാത്രമല്ല, അത് രാജകീയ ജീവിതത്തിന്റെ, കലയുടെ, ചരിത്രത്തിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന പാഠപുസ്തകമാണ്. ജയ്പൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ സിറ്റി പാലസ് രാജസ്ഥാനിലെ രാജകീയ പൈതൃകം വിളിച്ചോതുന്ന മനോഹരമായ ഒരു കൊട്ടാര സമുച്ചയമാണ്. 1729 മുതൽ 1732 വരെ കാലഘട്ടത്തിൽ മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ പണികഴിപ്പിച്ച ഈ കൊട്ടാരം രജപുത്ര മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. ചന്ദ്രമഹൽ, മുബാറക് മഹൽ, പ്രീതം നിവാസ് ചൗക്ക്, 4 വാതിലുകൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ജയ്പൂരിന്റെ ഹൃദയഭാഗത്ത് പഴയ നഗരത്തിൽ ചുമപ്പ്, പിങ്ക് മണൽക്കല്ലുകൾ, വെളുത്ത മാർബിൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. പ്രധാന ആകർഷണങ്ങൾ: ചന്ദ്രമഹൽ രാജകുടുംബം ഇപ്പോഴും താമസിക്കുന്ന സ്ഥലം, മുബാറക് മഹൽ മ്യൂസിയം, ദീവാനി ഖാസ്, ദീവാനി ആം, വർണ്ണാഭമായ 4 ഗേറ്റുകളുള്ള പ്രീതം നിവാസ് ചൗക്ക്. സമയം രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ മ്യൂസിയം. പ്രവേശന ഫീസ് ഏകദേശം മുതിർന്നവർക്ക് 130 രൂപ മുതൽ 400 രൂപ വരെ, കുട്ടികൾക്ക് 70 മുതൽ 150 രൂപ വരെ. സീസൺ അനുസരിച്ച് മാറും. സന്ദർശിക്കാൻ മികച്ച സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെ. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.